ആറ്റത്ര മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം കുന്നംകുളം എം.എൽ.എ. എ.സി. മൊയ്തീൻ നിർവഹിച്ചു. കിഫ്ബിയിലൂടെ 5.30 കോടി രൂപ ചെലവഴിച്ചാണ് കാലപ്പഴക്കം ചെന്ന മുട്ടിക്കൽ ചിറ പുനർനിർമ്മിക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി തയ്യാറാക്കി നിർമ്മാണം നടത്തുന്നത്. പാലത്തിന് 22 മീറ്റർ നീളവും 6.4 മീറ്റർ വീതിയും 8 റെഗുലേറ്റർ ഷട്ടറുകളും ഉണ്ടാകും. 37.5 മീറ്റർ നീളത്തിൽ രണ്ടു വശത്തും അപ്രോച്ച് റോഡും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. 5.5 മീറ്ററാണ് കാരേജ് വീതിയുള്ളത്. എ.സി. മൊയ്തീൻ എം.എൽ.എയുടെ പരിശ്രമത്തിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെ മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നത്. ആറ്റത്ര മുട്ടിക്കൽ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ഗതാഗത സൗകര്യമൊരുക്കുകയും കുടിവെള്ളത്തിനും കാർഷിക ജലസേചനത്തിനും സംഭരണത്തിനും ചിറയെ ഉപയോഗപ്പെടുത്തുക എന്നതുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പണത്തിന്റെ പ്രയാസം കണക്കാക്കാതെ പണം കണ്ടെത്തി എല്ലാ റോഡുകളും, അതാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. വിശദീകരിക്കുകയാണെങ്കിൽ ഒരു ദിവസം നിന്ന് വിശദീകരിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ മികച്ചതാവണം എന്ന് നമ്മൾ കണ്ടു. ആരോഗ്യ കേന്ദ്രങ്ങളിൽ അതിനനുസരിച്ചുള്ള മാറ്റം എല്ലാ സ്ഥലത്തും ഉണ്ട്. കുന്നംകുളത്ത് മാത്രമല്ല. കുന്നംകുളത്ത് താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ കുറച്ച് വലിയ പണം മുടക്കി ഉള്ള പ്രവർത്തനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നമ്മുടെ സൗകര്യങ്ങൾ, മികച്ച സൗകര്യങ്ങൾ, ഇത് കേരളത്തിന്റെ ആകെ ഒരു ചിത്രമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ നേട്ടം ഇവിടത്തെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ പറഞ്ഞു. എരുമപ്പെട്ടിയിലും ഉള്ള സ്കൂളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. നഫീസ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി.എം. സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജി സോമൻ, വി.വി. വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, അംഗങ്ങളായ കെ. സതീഷ് കുമാർ, ടി.എ. ആഷിഖ്, നീതു പ്രകാശ്, ഷീജ ആനന്ദൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ആറ്റത്ര പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങത്തേരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ബസന്തലാൽ എന്നിവർ സംസാരിച്ചു.